ജസ്റ്റ് ബ്രീത്ത് ആൻഡ് ലെറ്റ് ഗോ. ഏവർക്കും ശുഭത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എങ്ങനെ നിങ്ങളുടെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ്. ലൈഫ് റീസെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അനുഭവിച്ച പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നുള്ളൊരു മോചനമാണ്. നമ്മൾ പലതരത്തിൽ നമ്മളെ ഒന്ന് പുതുക്കി പണിയേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ ചെയ്യാൻ അത്തരത്തിലൊരു മാറ്റത്തിന് വിധേയമാവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഞാൻ പറയട്ടെ. ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ ഏതോ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റണം എന്നുള്ളത് തന്നെയാണ്, അല്ലേ? എന്നാൽ മടിക്കണ്ട, ഇപ്പം തന്നെ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങളിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഒരു ക്യാരക്ടർ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അതൊന്ന് ഇപ്പം തന്നെ എഴുതി വച്ചേക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിൽ കണ്ട കാര്യം അല്ലെങ്കിൽ എഴുതിയ കാര്യം പെട്ടെന്ന് പോസിബിൾ ആവുന്നതാണോ? അല്ല. ആദ്യം നമ്മൾ സമയമെടുക്കുമെന്നുള്ളത് അംഗീകരിക്കുക. ചിലപ്പോൾ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറ്റണമെന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള പുതിയൊരു കാര്യത്തിലേക്ക് പോകുന്ന ചില ഗോളായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയിക്കോട്ടെ, പഴയ ഒരു കാര്യം നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് മാറാൻ പറ്റുമോ? ഇല്ല. സമയമെടുക്കുന്നുള്ളത് ആദ്യം അവനവൻ്റെ മനസ്സിനോട് പറയുക. പിന്നെ പുതിയൊരു കാര്യം, ഫ്യൂച്ചറിലേക്ക് പോകേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ എഴുതിയെങ്കിൽ തീർച്ചയായിട്ടും അതിന് സംബന്ധമായിട്ടുള്ള ആങ്സൈറ്റി, ഫിയർ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. കാരണം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ടെൻഷൻസ്, ഫ്രസ്ട്രേഷൻസ്, ആങ്സൈറ്റി എല്ലാം തരുന്നതാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ടെൻഷൻസും ഫ്രസ്ട്രേഷൻസും തരും. അപ്പോൾ നമ്മളൊരു കാര്യം പുതിയതായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലെടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഞാനിത് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലൂടെ കൊണ്ടുപോകും എന്നുള്ള ഒരു തീരുമാനം ആദ്യം എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് റീസെറ്റ് ചെയ്യേണ്ടതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തീരുമാനമെന്ന് ഞാൻ പറയും. കാരണം ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ നിങ്ങൾ എടുത്തതും ഇത് തന്നെ ആയിരിക്കണം. കാരണം ഇതാണ് നിങ്ങളെ മുമ്പോട്ടേക്ക്, നിങ്ങളുടെ ഭാവി സേഫ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഘടകം. ഇനിയിപ്പോൾ ലൈഫിൽ നമ്മളൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളിൽ കൂടി കടന്നു വന്ന ആൾക്കാരായിരിക്കും, അല്ലേ? തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. തെറ്റുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ലെസൺ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഈ തെറ്റുകളെ ആദ്യം അവനവൻ തന്നെ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാവാം. ഇതിൽ പല കാര്യങ്ങളും ഉൾപ്പെടും. നിങ്ങൾ കടന്നു പോകേണ്ടി വന്ന ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, നിങ്ങൾക്ക് ലൈഫിൽ നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, നിങ്ങളുടെ ലൈഫിലെ പർപ്പസ് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ, ലൈഫ് ഒരു അൺബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ടയേർഡായിരിക്കാം ചിലർ, സ്വന്തം അവനവനെക്കുറിച്ചിട്ടൊരു ഇമ്പ്രഷൻ ഇല്ലാത്ത അവസ്ഥ, ഒരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ഫിയർ, ഇങ്ങനെ പലതരത്തിലും നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്തൊരവസ്ഥ, ഒരു കാര്യത്തിലും ഒരു മോട്ടിവേഷൻ കണ്ടെത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ്, മാറ്റിവെക്കുന്ന എന്ത് കാര്യവും നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും ചിലപ്പോൾ. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്, ഒരു വലിയൊരു സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് യുവർ പാസ്റ്റ്. പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മൾ പറയും, പക്ഷെ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ, ഉൾക്കൊള്ളാതെ, പൂർണ്ണമായിട്ടും നമ്മുടെ അവസ്ഥ ഉൾക്കൊള്ളാതെ നമുക്കത് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ റീസെറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ മനസ്സിൽ കാണുക. നിങ്ങളുടെ ഉള്ളിൽ തന്നെ റീസെറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. ആ റീസെറ്റ് എന്ന പറയുന്ന ബട്ടൺ നിങ്ങളങ്ങ് പ്രസ് ചെയ്യുകയാണ്. ഓക്കെ. ചിലർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത ഹേർട്ട്, പ്രശ്നങ്ങൾ, ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻസ്. ഇനി നിങ്ങൾക്ക് ഒറ്റയടിക്ക് അങ്ങ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് പോയി കാര്യങ്ങളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചു പോവാം. എന്നിട്ട് ഒരു വട്ടം കൂടി ഒന്ന് റീസെറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും. ഒരു പ്രാവശ്യം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ചാൻസസ് ഉണ്ട്. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ ആ മിസ്റ്റേക്കിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ റീസെറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പുള്ള എല്ലാ തടസ്സങ്ങളും പതിയെ നീങ്ങിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ചെയ്യേണ്ട കാര്യം പുതിയ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡെവലപ്പ് എ ന്യൂ ഹാബിറ്റ്സ്. പുതിയൊരു ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം? പുതിയ ഹാബിറ്റ്സ് വേണമല്ലോ. നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ പുതിയൊരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മുടെ ലൈഫിനെ ഒന്ന് മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്.
അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് തിങ്കിങ് ആവശ്യമാണ്. ഒരു കാര്യം നമ്മൾ ഒരുപാട് നാളുകൾ നമ്മുടെ കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു ഹാബിറ്റ് പെട്ടെന്ന് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഇറ്റ്സ് ഓക്കെ, നോ, ഒരു കുഴപ്പമില്ല. ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് അതിന് പകരം പുതിയ ഒന്നിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അതായത് പഴയതിനെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നതിലും നല്ലത് പുതിയ നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു ഹാബിറ്റ് നിങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾ പുതിയതായിട്ട് അതിലേക്ക് തന്നെ ശ്രദ്ധ തിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പതിയെ പതിയെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. തുടക്കത്തിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, കുഴപ്പമില്ല. പതിയെ പതിയെ നിങ്ങൾ ആ പുതിയ ഹാപ്പിനെസ്സുമായിട്ട് പതിയെ പതിയെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവും. അങ്ങനെ നമ്മുടെ പഴയ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കൊരു മാറ്റം തീർച്ചയായിട്ടും സാധിക്കും. പഴയൊരു കാര്യം മാറ്റാമെന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമൊന്നുമല്ല. നിരന്തരമായിട്ടുള്ള പരിശ്രമം വഴി തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഒരുപാട് പേര് വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയതെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് ഇത്തരം സിറ്റുവേഷൻസ് മറികടന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഓർക്കാൻ ശ്രമിക്കുക ഈ ഒരു സമയത്ത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂ ഗോൾസ് ആൻഡ് പർപ്പസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫൈൻ ന്യൂ ഗോൾസ് ആൻഡ് പർപ്പസ്. ഓക്കെ, അപ്പോൾ ചിലർക്ക് ഇനി ഗോൾസ് ഒന്നും ഉണ്ടാവില്ല ലൈഫിൽ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിലായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ സമയമെടുത്ത്, ചിലർക്കത് മാസങ്ങൾ വേണ്ടി വരും, ചിലർക്ക് വർഷങ്ങൾ വേണ്ടി വരും നിങ്ങളുടെ പർപ്പസിൽ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പർപ്പസ്. ഓക്കെ, അതും നിങ്ങളുടെ പർപ്പസാണ്, നിങ്ങളുടെ ഗോൾ തന്നെയാണ്. അതാണ് അടുത്ത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സെറ്റിംഗ് ഗോൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വലിയ ഒരു ഗോളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഓർക്കാനില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു ദിവസത്തേക്കുള്ള ചെറിയൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാം. അന്ന് നിങ്ങളുടെ സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ആ ഒരു ഗോള് കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ഓരോ ദിവസത്തേക്കുള്ള ഗോള് സെറ്റ് ചെയ്ത് പോവുക. ഒരു ടു ഡു ലിസ്റ്റ് എല്ലാ ദിവസവും രാവിലെ തയ്യാറാക്കുക, അല്ലെങ്കിൽ മനസ്സിൽ കാണുക, അത് കൃത്യമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്കുള്ളത്, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ളത്, ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന സമയത്ത് പതിയെ പതിയെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു സന്തോഷം വരും. അതിനിടയ്ക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ്സിലേക്ക് കടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിവുകളിലേക്ക് കൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി നിങ്ങളെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരവസ്ഥയിൽ എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങളുടെ ഗോൾ എഴുതുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നറിയോ? നിങ്ങളുടെ ബ്രെയിൻ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് കൊണ്ടുപോകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. പിന്നെയുള്ളത് ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്നറിയാം. എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് 24 മണിക്കൂർ തന്നെയാണ്. നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന 24 മണിക്കൂറാണല്ലേ. അപ്പോൾ 24 മണിക്കൂറിന് നന്നായിട്ട് വിനിയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്കും ഈ 24 അവേഴ്സിന് വളരെ പ്രൊഡക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അനാവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഒഴിവാക്കുക. കൃത്യമായിട്ട് ലൈഫിനൊരു പർപ്പസ് കൊടുക്കുക. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ബുക്സ് വായിക്കാം. ഒരുപാട് അറിവുകൾ തരുന്ന കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഹാബിറ്റ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ പുതിയ ഹാബിറ്റ്സിലേക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്ന കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. നിങ്ങൾ ലൈഫിലേക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമയം കണ്ടെത്താം. ചെറിയ കുക്കിംഗ് റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ ശ്രമിക്കുക. ഗാർഡനിങ്, നേച്ചറിലേക്കൊന്ന് കണക്ട് ചെയ്യുക. കുറച്ച് നേരം സൺലൈറ്റ്, ഇതൊക്കെ നിങ്ങളെ ഒരുപാട് എനർജറ്റിക്കായിട്ട് മാറ്റും. കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങളുടെ സമയത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെയുള്ള എന്താ, നിങ്ങളുടെ മോട്ടിവേഷനെ നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെന്നുള്ളത് ഓരോ ആഴ്ചയും നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. കൂടുതൽ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പഠിക്കുക. ഈ ഒരു സമയത്ത് പുതിയ നല്ല ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്സിനെ ഒന്നും അവൈലബിൾ ആവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ജേർണലിംഗ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ജേർണലിംഗ് ചെയ്ത് അവനവൻ്റെ സ്വന്തം നല്ല ഒരു ഫ്രണ്ടായിട്ട് മാറാൻ ശ്രമിക്കാം. നിങ്ങൾ മാറ്റത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പേര് നിങ്ങളെ തളർത്താനുണ്ടാവും. കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ നിങ്ങളെ പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീ പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ ശ്രമിക്കും. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. ഞാൻ മാറാൻ തയ്യാറാണ്, ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സ്വയം അവനവനോട് പറയുക. പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ ഒരുപാട് സഹായിക്കും. നമ്മൾ പുതിയൊരു മാറ്റത്തിലേക്ക് പോകുമ്പോൾ പിന്നെയും തടസ്സങ്ങൾ വരില്ല, ബുദ്ധിമുട്ടുകൾ വരില്ല എന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെയും തടസ്സങ്ങളൊക്കെ വരും. പക്ഷെ അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കുക. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം മാത്രമല്ലല്ലോ, അവിടെ ദുഃഖം ഉണ്ടാവല്ലോ. ദുഃഖവും സന്തോഷവും രണ്ടും ചേർന്നാണ് ജീവിതം. ഇതിനങ്ങ് ഉൾക്കൊള്ളുക. ഈ ഒരു സമയം കടന്നു പോകുന്ന അവനവനോട് പറയുക.
ബ്രീത്തിങ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ നിങ്ങളെ സെൽഫ് ലവ് പ്രാക്ടീസസ് ഒക്കെ നിങ്ങളെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു 10 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും മെഡിറ്റേഷൻസിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഇതൊക്കെ ലൈഫിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുതരും. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒരു മാറ്റത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ് കൂടി പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.